എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ചെങ്ങന്നൂർ എന്തിനാ വന്നത് എന്ന് പറയാമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെങ്ങന്നൂർ വന്നിട്ട് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മേഘയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകണം. രണ്ട്, ഞാൻ ഇവിടെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ സാറിന്റെ മോന്റെ കല്യാണമാണ്. അങ്ങനെ കല്യാണമൊക്കെ കൂടി അടിപൊളി കല്യാണമായിരുന്നു. ഒരു എൻജി പണിക്കർ വരെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. ശരിക്കും പറഞ്ഞാൽ ചെങ്ങന്നൂരിന് എന്റെ ലൈഫിൽ വലിയൊരു പാർട്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിപ്പോ അവിടുത്തെ എന്ത് തന്നെ ആവട്ടെ, പേഷ്യൻസ് ആണെങ്കിലും പിന്നെ അവിടുത്തെ സദ്യ ആണെങ്കിലും. ശരിക്കും നമ്മൾ ഈ ഒറ്റ വാക്കിൽ ഒരു സ്ഥലത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മെമ്മറീസ് അല്ലേ. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് പേഷ്യൻസ്, സെക്കൻഡ് വൺ ആണ് സദ്യ. പേഷ്യൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ അത്രയും ക്ലോസ് ടു ഹാർട്ട്, ഒരു ഫാമിലി പോലെയായിരുന്നു ശരിക്കും അവിടുത്തെ ആൾക്കാർ. അപ്പം കല്യാണമൊക്കെ കൂടാൻ വന്നത് ശരിക്കും നമ്മുടെ മാൻഡറ്ററി ആയിട്ടുള്ള സദ്യ കഴിക്കാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഒരു സദ്യ ഇങ്ങനെ കഴിക്കണം എന്ന് ശരിക്കും റിയലൈസ് ചെയ്തത്. നമ്മുടെ മലബാറിലോട്ടൊക്കെ ഒരു സദ്യ ഒറ്റ തവണ വിളമ്പി അതിനകത്ത് എല്ലാ കറിയിടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആറന്മുള വല്ല സദ്യ. ആ ഒരു ഒറ്റ സദ്യനെ ഇവരിവിടെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എനിവേ നമ്മൾ എന്ത് ചെയ്തു, സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടി സെറ്റ് ആയിട്ടിരിക്കുവായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ എല്ലാവരെയും പോയി മീറ്റ് ചെയ്തു. ഒരുപാട് പേരെ കാണാനുണ്ടായിരുന്നു, ഒരുപാട് പേഷ്യൻസും ഒരുപാട് ആൾക്കാർ അവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. കൂടെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ചേച്ചിമാര്, അവിടുത്തെ ഇപ്പോഴത്തെ സ്റ്റാഫ്, അങ്ങനെ എല്ലാവരും പോയി മീറ്റ് ചെയ്തു. സത്യത്തിൽ ഇപ്പോഴാണ് കേട്ടോ നമുക്കതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നത്. അങ്ങനെ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ജനശതാബ്ദി കയറി നേരെ കാലിക്കറ്റ് എത്തി. അപ്പൊ അത്രേ ഉള്ളൂ, ബൈ.